ഇടുക്കി ഇത്തവണ മിടുക്കിയായി ആർക്കൊപ്പം നിൽക്കുമെന്ന ചോദ്യമാണ്. ഇടുക്കിയിലെ ശതമാന കണക്കുകൾ വലിയ വോട്ട് വ്യത്യാസത്തോടു കൂടിയായിരുന്നു കഴിഞ്ഞ തവണ ഡീനിന്റെ ജയം. അപ്പോൾ നമുക്ക് ആ ശതമാന കണക്കുകൾ ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇടുക്കിയിൽ കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന്റെ ജയം 54.23% ഡീൻ കുര്യാക്കോസ് സമാഹരിച്ച വോട്ട് വിഹിതം എന്ന് പറയുന്നത്. LDF-നാകട്ടെ 35.62% ഒതുങ്ങേണ്ടി വരുന്നു. NDA 8.56% സെറ്റിലാവുകയാണ്. ഇടുക്കിയിൽ പക്ഷേ ഇത്തവണ സാമുദായിക സമവാക്യങ്ങൾ, കത്തോലിക്ക സഭയുടെ വോട്ടുകൾ നിർണായകമാണ്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയൊക്കെ ഇപ്പോൾ അത്ര പ്രസക്തമല്ലെങ്കിൽ പോലും അതിന്റെ വോട്ട് വിഹിതം കൂടി മാറി മറിയുന്ന ഒരു സാഹചര്യം വന്നാൽ എങ്ങനെയായിരിക്കും അവിടുത്തെ സാഹചര്യം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടുക്കിയിൽ എറണാകുളവും ഇടുക്കിയും രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലം, ദേവികുളം, ഉടുമ്പൻചോല, ഇടുക്കി, പേരുമേട്, തൊടുപുഴ, എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, കോതമംഗലം. നികേഷ് സാർ, UDF-ന്റെ കയ്യിൽ ആകെ തൊടുപുഴയും മൂവാറ്റുപുഴയും മാത്രമേ ഉള്ളൂ. ഇത്തവണ ഡീൻ കുര്യാക്കോസിൽ നിന്ന് മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമോ? പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിയ ഒരു ചരിത്രമുണ്ടല്ലോ. ഇല്ല, വളരെ അപൂർവമായിട്ട് മാത്രമാണ് ഇടുക്കി UDF-ൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച ലോക്സഭാ മണ്ഡലങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഒന്ന് ഇടുക്കിയായിരിക്കും. നമുക്ക് അറിയാവുന്നതുപോലെ വയനാടോ അല്ലെങ്കിൽ പത്തനംതിട്ടയോ നമുക്ക് ഒപ്പം ചേർക്കാം. ബാക്കി എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൃത്യമായ സ്വാധീനമുള്ളതാണ്. പക്ഷേ ഇടുക്കി അങ്ങനെയല്ല. ഇടുക്കിയിലെ ഓരോ ഘട്ടത്തിൽ അതത് സ്ഥാനാർത്ഥികളുടെ അല്ലെങ്കിൽ സിറ്റിംഗ് MP-മാരുടെ ആൻറ്റി ഇൻകംബൻസിയാണ് പ്രധാനമായും വർക്ക് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇടുക്കി നോക്കൂ, കഴിഞ്ഞ തവണത്തെ തന്നെ ലീഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 20%-ലധികം വോട്ടാണ്. അതായത് 20% വരികയാണ്, 20%-ഓളം വരികയാണ്. അതും അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് എന്ന സിറ്റിംഗ് MP-ക്കെതിരെയാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഡീൻ കുര്യാക്കോസ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണയും പരീക്ഷിക്കുന്നത് ആ പേരുകൾ തന്നെയാണെന്നുള്ളിടത്താണ് കൗതുകമുള്ളത്. ഡീൻ കുര്യാക്കോസിന്റെ എതിരാളിയായി LDF-ൽ നിന്ന് അഡ്വക്കേറ്റ് ജോർജ് വരുന്നു. NDA-ൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളി, N ഹരി, ശ്രീനഗരി രാജൻ, 3 പേരുകളുണ്ട്. ഈ തുഷാർ വെള്ളാപ്പള്ളി ഇടുക്കി ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നതായിട്ട് വാർത്തകളുണ്ട്. ഇടുക്കിയിലെ ഇഴവ വോട്ടുകൾ, SNDP യോഗം വോട്ടുകൾ വളരെ നിർണായകമായ ഇടമാണ്. യഥാർത്ഥത്തിൽ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു വോട്ട് ബാങ്ക് യഥാർത്ഥത്തിൽ SNDP യോഗത്തിന് ഇടുക്കിയിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടുക്കിയിൽ നേരത്തെ തുഷാർ വയനാട്ടിൽ മത്സരിച്ചിട്ടുള്ളതാണ്, തൃശ്ശൂരിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ സ്വന്തം ശക്തി, SNDP യോഗത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഇടുക്കി മത്സരിക്കാൻ വേണ്ടി തുഷാർ വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നത്. അന്ന് ബിജു കൃഷ്ണനാണ് മത്സരിച്ചത്. അത്ര ഇടുക്കിയിൽ അത്രയ്ക്ക് പോപ്പുലറായ ഒരാളല്ല. സ്ഥാനാർത്ഥിയായ അവസാന ഘട്ടത്തിൽ ബിജു കൃഷ്ണൻ വരുന്നു. അന്ന് 78,648. അപ്പോൾ ഏറെക്കുറെ കേഡർ വോട്ടുകൾ. പക്ഷേ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രവർത്തനം വിപുലീകരിക്കുന്ന ഒരു NDA നമുക്ക് ഇടുക്കിയിൽ കാണാം. ഇടുക്കിയിൽ അവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്നു. അതിൽ തന്നെ BDJS വളരെ ആക്റ്റീവ് ആകുന്നു. അപ്പോൾ തുഷാർ വരികയാണെങ്കിൽ ഇതിൽ നല്ല ഒരു വ്യത്യാസം, 1,00,000-ന് മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. സർ, ഈ ഡീനിനാണ് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. ഈ മണ്ഡലം 1977 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ CM സ്റ്റീഫൻ മുതൽ ഡീൻ വരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഡീൻ കുര്യാക്കോസിനാണ് അവിടെ ഇടാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഈ PJ കുര്യൻ, ഫ്രാൻസിസ് ജോർജ് അങ്ങനെയൊക്കെയുള്ള രസകരമായ പോരാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തവണ വീണ്ടും ഡീനും ജോയ്സും വരുമ്പോൾ ജോയ്സിന് ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? ഇപ്രാവശ്യം നമുക്കറിയാം, പുതിയ നിയമനിർമ്മാണത്തിലൂടെ ഇടുക്കി ഏറെക്കാലം ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാനായി എന്നുള്ള ആത്മവിശ്വാസമുണ്ട്. പിന്നെ ജോയ്സ് ജോർജിനെതിരെ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണ രൂപത ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ രൂപത തന്നെയാണ് ജോയ്സ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയത്, ജയിപ്പിച്ചത്. അതേ രൂപത തന്നെ ജോയ്സ് ജോർജിനെതിരെ. സന്ദീപിനോട് ചോദിക്കാം. സന്ദീപ് രാജാക്കാട്, ഇത്തവണ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇടുക്കി ജില്ലയിൽ ഡീൻ കുര്യാക്കോസ് എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവരുടെ മുമ്പിൽ മറ്റൊരു ഓപ്ഷൻ വെക്കാനില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത്, മുമ്പ് നിങ്ങൾ മൂവരും പറഞ്ഞതുപോലെ തന്നെ 1,71,053 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളെ മാറ്റി നിർത്തുക എന്നുള്ളത് ഒരു കാരണവശാലും ദേശീയ നേതൃത്വത്തിനോ ഇല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ ഒരു നീരഭിപ്രായം
എതിരഭിപ്രായം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ UDF-ന് ഡീൻ കുര്യാക്കോസ് എന്ന ഓപ്ഷൻ വളരെ പ്രധാനമാണ്. അതിൽ തന്നെ നിലനിൽക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ അവർ ആരംഭിച്ചു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷമായിരുന്നു ഈ ബൂത്ത് കമ്മിറ്റികളൊക്കെ സജീവമാക്കുന്നത് എങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ കാലേ കൂട്ടി തന്നെ ബൂത്ത് കമ്മിറ്റികളുടെ അടക്കം പ്രവർത്തനങ്ങൾ സജീവമാക്കി ആ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നൊരുക്കങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം രണ്ടാം പിണറായി സർക്കാർ അടക്കം എത്തുമ്പോൾ പറഞ്ഞിരുന്ന ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം, ഒപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങളുടെ പരിഹാരം, ഇവയ്ക്കെല്ലാം ഉതകുന്ന തരത്തിലുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരുന്നു. ആ നിയമനിർമ്മാണത്തിന് എതിരായി നിൽക്കുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടലാണെന്ന് പറയുന്നു. അത്തരം സാഹചര്യങ്ങളെല്ലാം വിശദീകരിക്കുവാൻ വേണ്ടിയിട്ട് കഴിയും. ഒപ്പം തന്നെ ആ ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ജോയിസ് ജോർജിന് 50,544 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു 2014 വിജയിച്ച് എത്തുന്നതെങ്കിൽ അതിന്റെ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിലാണ് ഡീൻ കുര്യാക്കോസ് വിജയിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ജോയിസ് ജോർജ് തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരു മൂന്നാം അംഗത്തിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് ഒരു ത്രികോണ മത്സരത്തിന് ഇടുക്കി കളമൊരുങ്ങും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു കാര്യം NDA മുന്നണിയിൽ BDJS-ന് നൽകുന്ന ഒരു സീറ്റായിരിക്കും ഇത് എന്നുള്ളതിന് തർക്കമുണ്ടാവില്ല. കാരണം ഇതിനു മുമ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം ഈ BDJS-ന്റെ സ്ഥാനാർത്ഥികൾ കുര്യാക്കോസ് ആണ് UDF-ന്റെ സ്ഥാനാർത്ഥി എന്നുള്ളത് സീൽ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ജോസ് ജോർജിന് തന്നെയാണ് വലിയ സാധ്യതയുള്ളത് LDF സ്ഥാനാർത്ഥി. സ്വാഭാവികമായിട്ടും NDA-യിൽ BDJS-ന് സീറ്റ് കൊടുക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തൃശ്ശൂർ പോലെ ഉറച്ച ഒരു ചിത്രം തെളിഞ്ഞ ഒരു സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഷീജിത്ത് കൂടി ചേരുന്നു നമ്മോടൊപ്പം. ഷീജിത്ത്, മാവേലിക്കര, ഇടുക്കി ഈ 2 ലോക്സഭാ മണ്ഡലങ്ങൾ, 2 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF-ന് വിജയം അനിവാര്യമാണ്. മാവേലിക്കരയിൽ ഒരിക്കൽ കൂടി ജയിക്കുകയാണ് എങ്കിൽ കൊടിക്കുന്നിൽ സുരേഷാണ് പ്രൊട്ടേം സ്പീക്കർ. നരേന്ദ്രമോദിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുക്കേണ്ടത് പോലും ഒരുപക്ഷെ കൊടിക്കുന്നിൽ സുരേഷ് ആയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹം പ്രവർത്തക സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി എല്ലാ കാലത്തും UDF ജയിക്കുന്നതാണ്. ഇത്തവണ വളരെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തങ്ങളുടെ ഏറ്റവും നല്ല സംഭരണിയിലുള്ള ആ സീറ്റ് കൈവിടാനും വയ്യ. എങ്ങനെയാണ് ശ്രീജിത്തിന്റെ വിലയിരുത്തൽ? നികേഷ്, ഈ മാവേലിക്കര മണ്ഡലം എടുത്താൽ നിയമസഭാ മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് UDF-ന്റെ ഒരു ശക്തികേന്ദ്രമായി പൊതുവിൽ പറയാൻ കഴിയില്ല. ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരും മാവേലിക്കരയും കുട്ടനാടും എടുത്താൽ അത് LDF-ന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എടുത്താൽ അവിടെയും ഇപ്പോൾ LDF-ന്റെ MLA ആണ് ഉള്ളത്. എന്നാൽ മറ്റ് കൊല്ലം ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും സമാനമായ സ്ഥിതിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ UDF-ന്റെ ശക്തിദുർഗം എന്ന് പൊതുവിൽ കൊടുക്കുന്ന സുരേഷ് 3 തവണയായി ഇപ്പോൾ അടുപ്പിച്ച് മാവേലിക്കര ജയിക്കുന്നുണ്ടെങ്കിലും അത് UDF-ന്റെ ഒരു ശക്തി കേന്ദ്രമായി പറയാൻ കഴിയില്ല. ഇപ്പോൾ കാലാകാലങ്ങളായി അവിടെ ഉണ്ടാകുന്ന മറ്റു ചില അടിയൊഴുക്കുകളാണ് കൊടിക്കുന്ന് സുരേഷിന് അവിടെ അനുകൂലമായി വന്നിരുന്നത്. അതിൽ CPI-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകൾ മുതൽ മറ്റു പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു നല്ല യുവാവ് സ്ഥാനാർത്ഥി അവിടെ അണിനിരത്താനുള്ള ശ്രമത്തിലാണ് CPI ഉള്ളത്. CPI-യുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നാളെ ഔപചാരികമായി തുടങ്ങാൻ പോവുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണോ അതോ വിജ്ഞാപനത്തിന് മുമ്പ് വേണോ അതോ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന ശേഷം മതിയോ എന്ന ചർച്ചകളാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും അവിടെ LDF-ന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഒരു പരിചയസമ്പത്തും അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുന്ന രീതിയും ഒക്കെ വെച്ചാണ് 3 തവണയും വിജയിച്ചത്. എന്നാൽ ഇത്തവണ സാഹചര്യം വരുമ്പോൾ അത് കുറച്ചുകൂടി UDF-ൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ബാലകൃഷ്ണയുടെ UDF-ൽ ഇരുന്ന് ബാലകൃഷ്ണയുടെ വെല്ലുവിളി നേരിട്ടുകൊണ്ട് അവിടെ ജയിച്ചിട്ടുണ്ട്, മാവേലിക്കര ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അതിജീവിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് ഒരു പ്രാവീണ്യമുണ്ട്. ആ പ്രാവീണ്യത്തിലാണ് പലപ്പോഴും അദ്ദേഹം അവിടെ വിജയിച്ച് കയറിയിട്ടുള്ളത്. എന്നാൽ ഇത്തവണ അത്രത്തോളം അനായാസമായിട്ടുള്ളൊരു ജയം കൊടിക്കുന്നിൽ സുരേഷിന് ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം എല്ലാ മണ്ഡലങ്ങളിലും LDF-ന് ശക്തമായ മേധാവിത്വമുണ്ട്. അത്തരമൊരു സ്ഥിതിവിശേഷത്തെ മറികടന്ന് വേണം കൊടിക്കുന്നിൽ ജയിച്ചു വരാൻ. ഇടുക്കിയിലേക്ക് വന്നാൽ ഇടുക്കിയിൽ LDF-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇപ്പോൾ മുമ്പനായി നിൽക്കുന്നത് ജോയിസ് ജോർജ് ആണെങ്കിൽ പോലും അവിടെ ജോയിസ് ജോർജിനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല.
പല വിധത്തിലുള്ള ഓപ്ഷനുകൾ അവിടെ ആലോചിക്കുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രൻ, മുതിർന്ന നേതാവ് MM മണി അടക്കമുള്ള ആളുകൾ ഇതേപ്പറ്റിയുള്ള അനൗപചാരികമായ ആലോചനകളൊക്കെ നടന്നു വരുന്നെങ്കിലും പാർട്ടി കമ്മിറ്റികൾ ഇതേപ്പറ്റി ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് ഇരു നേതാക്കളും പറയുന്നത്. എന്തായാലും സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടുക്കിയിൽ വളരെ നിർണായകമാണ്. ഡീൻ കുര്യാക്കോസിനും UDF-നും വ്യക്തമായ മേധാവിത്വമുള്ള മണ്ഡലമാണെങ്കിൽ കൂടി ഇടുക്കിയിലെ LDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം ഒരു പ്രധാനപ്പെട്ട ക്രൂഷ്യൽ പോയിന്റായി വരും. അതിൻ്റെ ഒരു കരുത്തിൽ മാത്രമല്ല മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളെ അടക്കം കൂടെ നിർത്താനുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ LDF-നും അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും UDF-ന്റെ മേധാവിത്വം ഇടുക്കിയിൽ ഇപ്പോഴും ഉണ്ട് എന്നത് വസ്തുതയാണ്. ആഷിജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഭൂവിനിയോഗ ബില്ലുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ചലനങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്ന് LDF പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതിന് അംഗീകാരം നൽകിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു രാഷ്ട്രീയ പ്രചരണ വിഷയമാകും. അതെ, അതൊക്കെ സ്വാഭാവികമായും പ്രചരണ വിഷയമാകുമ്പോൾ ജനങ്ങൾ അന്തിമമായി വിധി നിർണ്ണയിക്കും.